അധികാരത്തിന് വേണ്ടി ഒരാൾക്ക് എത്രത്തോളം തരം താഴാൻ കഴിയും? നമ്മുടെ രാജ്യത്തെ നയിക്കാൻ ഇറങ്ങിയ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് കസേരയിൽ ഇരിക്കുന്ന രാഹുൽ ഗാന്ധി ഒരു വിദേശിയാണെന്ന ഞെട്ടിക്കുന്ന സത്യം പുറത്തു വരുമ്പോൾ ഓരോ ഇന്ത്യക്കാരന്റെയും മനസ്സിൽ ഉയരുന്ന ചോദ്യമാണിത്. വെറും ആരോപണങ്ങളല്ല, മറിച്ച് ബ്രിട്ടീഷ് സർക്കാർ തന്നെ കൈമാറിയ നിർണായക രേഖകൾ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ നാടകത്തിന് തിരശ്ശീലയിടാൻ ഒരുങ്ങുകയാണ്. അധികാര കൊതിയൻ അദ്ദേഹം നടത്തിയെന്ന് പറയപ്പെടുന്ന ഈ വമ്പൻ കള്ളത്തരം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നെഞ്ചിൽ തറച്ച ഒരമ്പാണ്. അതായത് വർഷങ്ങളായി നിലനിൽക്കുന്ന സംശയങ്ങൾക്ക് ഇപ്പോൾ മൂർച്ച കൂടിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വം സംബന്ധിച്ച എല്ലാ രേഖകളും ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയിരിക്കുന്നു. അലഹബാദ് ഹൈക്കോടതിയിൽ നടക്കുന്ന കേസിന്റെ ഭാഗമാണ് ഈ നിർണായക നീക്കം. ഇതിനർത്ഥം രാഹുൽ ഗാന്ധിയുടെ പൗരത്വം എന്ന വിഷയം ഇനി വെറും ഒരു രാഷ്ട്രീയ ആരോപണമല്ല, മറിച്ച് കൃത്യമായ നിയമ നടപടികളുടെ ഭാഗമാണെന്നാണ്. ഇംഗ്ലീഷ് മാധ്യമമായ ഓർഗനൈസറിൽ വന്ന റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ വാർത്ത തയ്യാറാക്കുന്നത്. ഈ നിയമ പോരാട്ടത്തിന്റെ പിന്നിലെ എസ് വിഘ്നേഷ് ശിശിർ എന്നയാൾ വെളിപ്പെടുത്തുന്നത് രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പാസ്പോർട്ടിന്റെയും പൗരത്വത്തിന്റെയും മുഴുവൻ വിവരങ്ങളും ഇപ്പോൾ ഇന്ത്യയുടെ കൈവശമുണ്ടെന്നാണ്. ഈ രേഖകൾ ലഭിക്കാൻ അദ്ദേഹം വിവരാവകാശ നിയമപ്രകാരം അപേക്ഷയും നൽകി കഴിഞ്ഞു. താമസിയാതെ ആ രേഖകൾ കോടതിയിൽ എത്തുമ്പോൾ രാഹുൽ ഗാന്ധി രാജ്യത്തോട് മറുപടി പറയേണ്ടി വരും. എവിടെയാണ് ഈ ചതിയുടെ തുടക്കം എന്ന് പരിശോധിക്കുമ്പോൾ, ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബാക്കോപ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഡയറക്ടർ ആയിരുന്ന കാലത്ത് അതിന്റെ വാർഷിക റിപ്പോർട്ടുകൾ രാഹുൽ ഗാന്ധി സ്വയം രേഖപ്പെടുത്തിയത് ഒരു ബ്രിട്ടീഷ് പൗരൻ എന്നാണ്. ഇത് കയ്യബദ്ധമല്ല, മറിച്ച് ഇന്ത്യൻ നിയമങ്ങളെ കാറ്റിൽ പറത്തി അധികാരത്തിൽ എത്താനുള്ള ആസൂത്രിത നീക്കമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇന്ത്യൻ നിയമപ്രകാരം ഒരു വ്യക്തിക്ക് ഇരട്ട പൗരത്വം സാധ്യമല്ല. ബ്രിട്ടീഷ് പൗരത്വം സ്വീകരിച്ചാൽ ഇന്ത്യൻ പൗരത്വം സ്വയമേവ റദ്ദാവും. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് എങ്ങനെയാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഇരിക്കാൻ അർഹത ലഭിക്കുന്നത്? ഇത് നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ട ചോദ്യമാണ്. അലഹബാദ് ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ വിചിത്രമായ പലതും സംഭവിച്ചു. ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കോടതിയിൽ ഒരു അഭിഭാഷകൻ പോലും ഹാജരായില്ല. ഇത് പല സംശയങ്ങളും ഉയർത്തുന്നുണ്ട്. സത്യം തന്റെ ഭാഗത്താണെങ്കിൽ എന്തിനാണ് ഈ ഒളിച്ചോട്ടം അദ്ദേഹം നടത്തുന്നത്? ദേശീയ പ്രാധാന്യമുള്ള ഒരു വിഷയം എന്ന് കോടതി തന്നെ വിശേഷിപ്പിച്ച ഈ കേസിൽ കേന്ദ്ര ഏജൻസിയായ CBIയും ഇപ്പോൾ അന്വേഷണം നടത്തുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകി രാജ്യത്തെ തെറ്റിദ്ധരിപ്പിച്ചു എന്നതടക്കമുള്ള ഗുരുതരമായ കുറ്റങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉയരുന്നത്. മുൻപ് സുപ്രീം കോടതി സമാനമായ കേസ് തള്ളിയിരുന്നു എന്നത് ശരിയാണ്. എന്നാൽ ഇപ്പോൾ ലണ്ടൻ, വിയറ്റ്നാം, ഉസ്ബെക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നും ലഭിച്ച പുതിയ രേഖകളും വീഡിയോകളും അടക്കം കൂടുതൽ ശക്തമായ തെളിവുകളാണ് ഹർജിക്കാരൻ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അധികാര കസേര മാത്രം ലക്ഷ്യമിട്ട് ഒരു നേതാവ് നടത്തിയെന്ന് പറയപ്പെടുന്ന ഈ വഞ്ചന ഇന്ത്യൻ ജനാധിപത്യത്തിന് ഏൽപ്പിക്കുന്ന മുറിവ് വളരെ വലുതാണ്. പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരുന്ന് രാജ്യത്തിന്റെ നയങ്ങളെ വിമർശിക്കുന്ന ഒരു വ്യക്തി മറ്റൊരു രാജ്യത്തോട് കൂറ് പുലർത്തുന്ന ആളാണോ എന്ന ചോദ്യം ഓരോ പൗരനെയും അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. ഈ കള്ളത്തരത്തിന്റെ അവസാന അധ്യായത്തിനായി രാജ്യം കാത്തിരിക്കുകയാണ്.